തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകുമ്പോ നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടുമ്പോ വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. പ്രിയമുള്ളവരെ, മറിയം എന്ന നാമമാണ് ഇപ്പോൾ മനസ്സ് നിറയെ. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 25-ാമത്തെ വാക്യം, ഈശോയുടെ കുരിശിന് താഴെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലന മറിയവും നിൽപ്പുണ്ടായിരുന്നു. ഈ ഒരു വചനത്തിൽ ഈശോയുടെ കുരിശിന് താഴെ 4 സ്ത്രീകൾ നിൽക്കുന്നതായിട്ട് നമ്മൾ വായിച്ചു കേൾക്കുന്നു. ആദ്യത്തെ സ്ത്രീ ഈശോയുടെ അമ്മ, പേര് മറിയമെന്നാണ്. രണ്ടാമത്തെ സ്ത്രീ ഈശോയുടെ അമ്മയുടെ സഹോദരി എന്നാണ്. അവളുടെ പേര് മാർക്കോസ് വിശേഷകൻ പറയുക സലോമി എന്നാണ്. എന്നാൽ അവളുടെ യഥാർത്ഥ പേര് മറിയം സലോമിയാണെന്ന് ഒരു നിരീക്ഷണമുണ്ട്. മൂന്നാമത്തെ സ്ത്രീ ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയം. നാലാമത്തെ സ്ത്രീയാകട്ടെ മഗ്ദലനക്കാരി മറിയം. കുരിശിന് താഴെ 4 സ്ത്രീകൾ. ഈ 4 സ്ത്രീകളുടെയും പേര് മറിയം. പാരമ്പര്യങ്ങൾ പറയുന്നു കുരിശിന് താഴെ ഒരു 5-ാമത്തെ സ്ത്രീ ഉണ്ടായിരുന്നുവെന്ന്. അവൾ ബഥാനിയയിലെ മറിയമാണ്. ലാസറിൻ്റെയും മർത്തയുടെയും സഹോദരി മറിയം. അപ്പോൾ ചുരുക്കത്തിൽ കുരിശിന് താഴെ 5 സ്ത്രീകൾ. ഈ 5 സ്ത്രീകളുടെയും പേര് മറിയം. ഇത് യാദൃച്ഛികതയായിരിക്കുമോ? ആവാൻ വഴിയില്ലെന്നാണ് എൻ്റെ ധ്യാനം. ദൈവത്തിൻ്റെ അദൃശ്യമായിട്ടുള്ള ഒരു കരം ഈ ഒരു സാന്നിധ്യത്തിൻ്റെ പിന്നിലുണ്ട്. എന്തായിരിക്കും ഇതുകൊണ്ട് ദൈവം ഉദ്ദേശിക്കുക? മറിയം എന്ന് പറയുന്നത് ഇനി മുതൽ നമ്മളുടെ പുറത്തുള്ള ഒരു വ്യക്തിയല്ല, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ പേരല്ല. പകരം മറിയമെന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലുള്ള ഏറ്റവും ആഴമാർന്ന ഒരു സാധ്യതയാണ്. അപ്പോൾ എന്താണ് ആ സാധ്യത? മറിയം എന്ന പേരിന് ധാരാളം അർത്ഥങ്ങളുണ്ട്. ഇതിനകത്ത് വളരെ മനോഹരമായിട്ടുള്ള ഒരർത്ഥം കൂടിയുണ്ട്. മറിയം എന്നാൽ പാദത്തിൻ്റെ അടുത്ത് നിൽക്കുന്നവൾ എന്നാണ്, അറ്റ് ദ ഫുട്ട്. അപ്പോൾ മറിയം എന്ന സാധ്യത എന്ന് പറയുന്നത് ആരാണോ ക്രിസ്തുവിൻ്റെ പാദത്തോട് ചേർന്ന് നിൽക്കുന്നത് അവളുടെ പേരാണ് മറിയം. ഇതൊരു സാധ്യതയാണ്, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള ഒരാഴമാർന്ന സാധ്യത. ഈ സാധ്യതയെക്കുറിച്ചിട്ട് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിൽ നമ്മൾ നിരന്തരം വളർത്തിയെടുക്കേണ്ട ഒരു സാധ്യത. മറിയത്തെ പ്രഥമ ശിഷ്യ എന്ന് പറയുന്നതിൻ്റെ പിന്നിലെ കാരണം ഇതാണ്. ഈശോയുടെ ശിഷ്യനോ ശിഷ്യയോ ആകുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഓരോ ആൾക്കാരും തങ്ങളുടെ ഉള്ളിൽ നിരന്തരം അവിരാമം താലോലിക്കേണ്ട ഒരു വലിയ സാധ്യത, ഒരു വലിയ ആത്മീയത. അതാണ് മറിയം. ഈ വലിയ സാധ്യതയിൽ നമുക്ക് വളരാം. ഈ വലിയ സാധ്യതയിൽ നമുക്കായിരിക്കാം. ഈ വലിയ സാധ്യതയിൽ നമുക്ക് ജീവിക്കാം.